നമ്മൾ ഈ സെക്ഷനിൽ സിമ്പിൾ വോള്യൂം, സ്പാൻഡ് വോള്യൂം, സ്റ്റിപ്പ്ഡ് വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാൻ പോകണം. ഇതിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണ്, ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലിൽ നോക്കാം. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ FS സ്യൂട്ടിൽ ഫയൽ ക്രിയേറ്റ് ന്യൂ, ഇവിടെ C കോളന് പകരം D കോളനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. D കോളൻ text.txt എന്ന് എഴുതിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്തിട്ട് D ഡ്രൈവിന് പ്രോപ്പർട്ടീസിൽ ചെല്ലാണ്. പ്രോപ്പർട്ടിയിൽ എത്ര സ്പേസ് ഇതിൽ ബാലൻസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്. ഇതിൽ ഫ്രീ സ്പേസ് ഇത്രയുണ്ട്. നമ്മൾ ഈ നമ്പറിനെ ഇവിടെ എൻ്റർ ചെയ്യണം. ഫ്രീ സ്പേസിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ റിഫ്രഷ് ചെയ്താൽ ഈ ഹാർഡ് ഡിസ്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫുള്ളാവും. ഇവിടെ നോക്കിയാൽ ഹാർഡ് ഡിസ്കിൽ സ്പേസ് വന്നിട്ട് 0 സ്പേസ് ഉണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് വഴി യൂസർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ കമ്പ്യൂട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഹാർഡ് ഡിസ്കിനെ ഒരു മിനിറ്റിൽ ഫില്ലപ്പ് ചെയ്ത് കളയും. ഈ text.txt എന്ന ഫയലുണ്ട്. ആ ഫയലിൽ 1.25 GB സ്ഥലമുണ്ട്. ആ ഫയലിന് MFT ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തോളണം എന്ന് നമ്മൾ കമാൻഡ് ചെയ്യും. ഇങ്ങനെ കമാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ MFT ഹാർഡ് ഡിസ്കിൽ ഒരേ സ്ഥലത്ത് വരും. അപ്പോൾ ഫാക്റ്റിനെ NTFS ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്പീഡ് ഒന്നും കുറയില്ല. ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MT ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷേ യൂസർ ഈ ഫയലിനെ ഹാർഡ് ഡിസ്കിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ സെർവറിൽ കോട്ടയൊക്കെ സെറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കോട്ടയൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം.